Hi friends, everyone design tips in the video Swadam Yalios. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഫോട്ടോഷോപ്പിനകത്ത് എങ്ങനെയാണ് വർക്ക് സേവ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പലതരത്തിലുള്ള വർക്കുകൾ ഫോട്ടോഷോപ്പിനകത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് സോഴ്സ് ഫോർമാറ്റിനകത്ത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ നോക്കുന്നത്. അതുപോലെ എന്താണ് സേവാസിനകത്തുള്ള JPEG ഫോർമാറ്റ്, അതുപോലെ PNG ഫോർമാറ്റ്, PDF ഫോർമാറ്റ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റുകളിലേക്ക് എങ്ങനെയാണ് നമ്മുടെ വർക്കിനെ പ്രോപ്പറായിട്ട് സേവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിനകത്ത് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻസുകളും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വർക്കിനെയാണ് ഞാൻ PSD ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യുന്നത്. PSD ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ എക്സ്റ്റൻഷനാണ്. അതായത് ഫോട്ടോഷോപ്പ് ഫയൽ നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .PSD ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ എപ്പോഴും നമ്മൾ ഫോട്ടോഷോപ്പ് ഫോർമാറ്റിലേക്ക് സേവ് ചെയ്ത് വെക്കണം. പിന്നീട് നമുക്ക് ഈ ഒരു വർക്കിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ്ങുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സോഴ്സ് ഫോർമാറ്റ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകളെ ഫോട്ടോഷോപ്പ് ഫോർമാറ്റിലേക്ക് സേവ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്കിനെ സേവ് ചെയ്യാനായിട്ട് ഫയലിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് സേവ് ആസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിന് മുൻപായിട്ടൊരു സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ സേവ് ആസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫയൽ നെയിം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള നെയിം കൊടുക്കുക. ഞാൻ ഇൻവിറ്റേഷൻ എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഫയൽ സേവ് ചെയ്യാനുള്ള ലൊക്കേഷൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് ഈ ഒരു വർക്ക് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ മൈ കമ്പ്യൂട്ടറിനകത്ത് പോയി ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓൾറെഡി തന്നെ ഫോട്ടോഷോപ്പ് ഫോർമാറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഫോർമാറ്റിനകത്ത് നിങ്ങൾക്ക് മറ്റ് പല ഫോർമാറ്റുകളും കാണാം. നമ്മൾ ഇവിടുന്ന് ഫോട്ടോഷോപ്പ് ഫോർമാറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സേവ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നമ്മുടെ വർക്ക് ഫോൾഡറിനകത്ത് സേവ് ആയിട്ടുണ്ട്. ഞാൻ ഇതിന് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫോൾഡറിൽ പോകുന്നുണ്ട്. ഈ ഒരു ഫോൾഡറിനകത്താണ് നമ്മൾ വർക്കിനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലാണ് നമ്മൾ സേവ് ചെയ്ത ഫയൽ. ഞാനിതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഒരു വർക്കിനെ നമുക്കിവിടെ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയലിനകത്ത് ചെയ്യാവുന്നതാണ്. ഇവിടെ ലെയറും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സോഴ്സ് ഫോർമാറ്റിൽ വർക്ക് സേവ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ സേവ് എന്നൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വർക്ക് ചെയ്യുകയാണ്. നമ്മളിപ്പം ജസ്റ്റ് ഞാൻ ഈ ടെക്സ്റ്റിനെ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ടെക്സ്റ്റിനെ മൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വർക്കിനെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയലിനകത്ത് പോയതിന് ശേഷം സേവ് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഷോർട്ട് കീ ആയിട്ടുള്ള Ctrl+S പ്രസ് ചെയ്താലും മതി. ഇപ്പം ഞാനിവിടെ ആ ഒരു ടെക്സ്റ്റ് മൂവ് ചെയ്തിട്ടുള്ള ആ ഒരു മാറ്റം ഇവിടെ സേവ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഈ ഒരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും എറർ വന്ന് ക്ലോസ് ആയി പോവുകയോ അല്ലെങ്കിൽ സിസ്റ്റം ഷട്ട് ഡൗൺ ആയി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സേവ് ആയിട്ടുണ്ടാവും. നമുക്കത് വീണ്ടും ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സേവ് പ്രസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സേവിൻ്റെ ഷോർട്ട് കീ ആയിട്ട് Ctrl+S പ്രസ് ചെയ്താൽ മതി. ഞാനിതിനെ പഴയ ലൊക്കേഷനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന സേവാസിനകത്ത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമാറ്റുകളെ കുറിച്ചാണ്. നമുക്ക് ഫയലിൽ പോവാം. ഞാൻ വീണ്ടും സേവാസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ സേവാസിൻ്റെ ഷോർട്ട് കീ ആയിട്ടുള്ള Ctrl+S ആണ്. നിങ്ങൾ ഈ കാണുന്ന ഷോർട്ട് കീസ് എല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഷോർട്ട് കീസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്കിൻ്റെ സ്പീഡ് നമുക്ക് വേഗത്തിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ് ഫയൽ നെയിം കൊടുത്തിട്ട് ഇവിടെ ഫോട്ടോഷോപ്പ് ഫയൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫോർമാറ്റിൽ പോവാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫോർമാറ്റുകൾ പരിചയപ്പെടാം. നമുക്കിവിടെ JPEG സെലക്ട് ചെയ്യാം. ഇവിടെ ഫോർമാറ്റിനകത്ത് നിങ്ങൾക്ക് JPEG ഫോർമാറ്റ് വന്നിരിക്കുന്നതാണ്. അതായത് ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ് എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. ഈ ഒരു JPEG ഫോർമാറ്റ് നമ്മൾ യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്നൊരു ഫോർമാറ്റാണ്. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. ഞാനിവിടെ സേവ് പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കിവിടെ JPEG ഓപ്ഷൻസിൻ്റെ ഡയലോഗ് ബോക്സ് വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു ഡയലോഗ് ബോക്സിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇമേജ് ഓപ്ഷനകത്ത് ക്വാളിറ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ക്വാളിറ്റി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്വാളിറ്റി കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ ആവുന്ന ആവശ്യമുള്ള ക്വാളിറ്റി സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ മീഡിയം സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മീഡിയം സെലക്ട് ചെയ്ത സമയത്ത് ഇവിടെ ക്വാളിറ്റി 5 ആയിരിക്കും നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെയും മൂവ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ ഡ്രാഗ് ചെയ്ത് വെച്ച് നമുക്ക് ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
ഇവിടെ ഞാൻ ലാർജ് ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാർജ് ഫയൽ സെലക്ട് ചെയ്യുക. അതുപോലെ നമുക്കിവിടെ ഫോർമാറ്റ് ഓപ്ഷനകത്ത് ആപ്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. നമുക്കിവിടുന്ന് ബേസ് ലൈൻ സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ ഒരു JPG ഫോർമാറ്റ് സേവ് ചെയ്ത് കഴിയുമ്പോൾ എത്ര സൈസാണ് ഈ ഒരു ഫയലിന് വരുന്നതെന്നുള്ള സൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ ക്വാളിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈസിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ എപ്പോഴും ടിക്ക് ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു സൈസ് കാണാൻ കഴിയുകയുള്ളൂ. ഈ ഒരു ഡയലോഗ് ബോക്സിനകത്ത് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇൻവിറ്റേഷൻ JPG ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ JPG ഫോർമാറ്റിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫോർമാറ്റ് പരിചയപ്പെടാം. വീണ്ടും ഞാൻ ഫയലിൽ പോകുന്നുണ്ട്. സേവ് ആസ് സെലക്ട് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന PDF ഫോർമാറ്റിനെ കുറിച്ചാണ്. ഒരു PDF ഫോർമാറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. സേവ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടുത്തെ ആദ്യത്തെ ഒരു ഓപ്ഷനായിട്ട് വന്നിട്ടുള്ള അഡോബ് PDF പ്രീസെറ്റ്സുകളാണ്. നമുക്ക് ഫോട്ടോഷോപ്പ് വരുന്ന കുറച്ച് പ്രീസെറ്റുകളാണ് ഇതിനകത്തുള്ളത്. അതായത് നമ്മുടെ ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീസെറ്റ്സുകളാണിത്. ഇതിൽ നമ്മൾ പ്രിൻറ്റിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ പ്ലസ് ക്വാളിറ്റി സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾ ഈ ഒരു പ്രിൻറ്റിംഗ് പർപ്പസിനല്ല സാധാരണ ഒരു സ്മോൾ സൈസ് മതി എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി കൊടുത്തതിന് ശേഷം പ്രീസെറ്റായിട്ട് സേവ് ചെയ്യാനും കഴിയുന്നതാണ്. നമുക്കിവിടെ ഹൈ ക്വാളിറ്റി സെലക്ട് ചെയ്യാം. പിന്നെ അടുത്തായിട്ടുള്ള ഒരു കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അക്രോബാറ്റ് റീഡറിൻ്റെ വേർഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഏത് വേർഷനകത്താണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇത് നമുക്ക് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത് തന്നെ സെലക്ട് ചെയ്യാം. അടുത്തായിട്ട് കംപ്രഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനകത്ത് കാണിക്കുന്നത് നമ്മുടെ ഇമേജിൻ്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ റെസൊല്യൂഷൻ നമ്മൾ 300 തന്നെയാണെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കംപ്രഷനിൽ നമുക്ക് JPG സെലക്ട് ചെയ്യാം. ഇവിടെ വന്നിട്ടുള്ള ഇമേജ് ക്വാളിറ്റിയിൽ മാക്സിമം സെലക്ട് ചെയ്യണം. അടുത്തായിട്ടുള്ള ഔട്ട്പുട്ട് നോക്കാം. ഈ ഒരു ഔട്ട്പുട്ടിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കളർ കൺവേർഷനാണ്. അതായത് ഇവിടെ ഡീഫോൾട്ടായിട്ട് നോ കൺവേർഷനാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഏത് കളർ ഫോർമാറ്റിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മുടെ PDF സേവ് ആകുക. ഇവിടെ ഞാൻ RGB ഫോർമാറ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുക. ഇനി അതല്ല നമുക്ക് CMYക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളർ മോഡിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഡെസ്റ്റിനേഷനകത്ത് CMYK കളർ മോഡൊക്കെ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കളർ മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ നോ കൺവേർഷൻ കൊടുക്കാം. ഇനി അടുത്തായിട്ട് വന്നിട്ടുള്ള സെക്യൂരിറ്റി ഓപ്ഷൻ നോക്കാം. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസ്വേഡ് ഇവിടെ കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് വന്നിട്ടുള്ള ഈ ഒരു പെർമിഷനകത്ത് നമുക്ക് പാസ്വേഡ് വെച്ചിട്ട് പ്രിൻറ്റിങ്ങിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വീണ്ടും ജനറലിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മറ്റു കുറച്ച് ഓപ്ഷൻ കൂടി കാണാം. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു PDF ഫോർമാറ്റിനെ നമുക്കൊരു സോഴ്സ് ഫോർമാറ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് ഈ ഒരു വർക്കിനെ നമ്മൾ മുൻപ് PSD ഫോർമാറ്റിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു സേവ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് ലെയറുകളും മറ്റും കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു PDF ഫോർമാറ്റിൽ സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ ഈ ഒരു ടിക്ക് ചെയ്തതിന് ശേഷം PDF ഫോർമാറ്റിൽ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു PDF ഫോർമാറ്റ് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ലെയറുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ടിക്ക് കൊടുത്ത് സേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫയൽ സൈസ് ഇൻക്രീസ് ആവുന്നതാണ്. ഞാനിവിടെ ടിക്ക് ഒഴിവാക്കിയിട്ടാണ് സേവ് ചെയ്യുന്നത്. ഇനി നമുക്ക് സേവ് PDF കൊടുക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് PDFിലേക്ക് സേവ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ PDF ഫോർമാറ്റും കാണാവുന്നതാണ്. നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഇൻവിറ്റേഷൻ PDF ഫോർമാറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫോർമാറ്റ് നോക്കാം. വീണ്ടും നമുക്ക് സേവ് ആസ് സെലക്ട് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഫോർമാറ്റിൽ സെലക്ട് ചെയ്യുന്ന PNG ഫോർമാറ്റാണ്. ഈ ഒരു PNG ഫോർമാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളൊരു വർക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മളൊരു ഇമേജൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു PNG ഫോർമാറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ PNG ഫോർമാറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സേവ് പ്രസ് ചെയ്യാം. ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു ഡയലോഗ് ബോക്സിനകത്ത് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഇവിടെ കംപ്രഷനകത്ത് നമുക്ക് നണ്ണ് ഫാസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്മോളസ്റ്റ് സ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ നണ്ണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സൈസ് ഹൈ ക്വാളിറ്റി തന്നെ വരുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഫയൽ ചെറിയ സൈസിലാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള സ്മോളസ്റ്റ് കൊടുക്കാം. ഞാനിവിടെ നണ്ണ് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഓപ്ഷനകത്ത് നമുക്ക് നണ്ണ് തന്നെ കൊടുത്താൽ മതി. ഓക്കെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഫോൾഡറിൽ പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു PNG ഫോർമാറ്റ് ഇവിടെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് JPG ഫോർമാറ്റിലേക്കും അതുപോലെ PDF PNG ഫോർമാറ്റിലേക്കൊക്കെ വർക്കുകൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കളും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക.